എന്തൊരു പുണ്യകർമ്മം ചെയ്യുമ്പോൾ ഇഷ്ടദേവതയെ നമസ്കരിച്ചുകൊണ്ടാണ് ആരംഭിക്കുക. ഇഷ്ടദേവത ഓരോരുത്തരും ഓരോ രൂപം കൽപ്പിക്കും. സത്യമായിട്ടുള്ളത് ഒന്നാണെങ്കിലും ഭക്തന്മാർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ശിവനായിട്ടോ വിഷ്ണുവായിട്ടോ ദേവിയായിട്ടോ അതുപോലെ തന്നെ അനേകം അവതാരങ്ങളുണ്ട്, അതിലിഷ്ടമായിട്ടുള്ള ഒന്ന് കരുതും. ഇവിടെ പറഞ്ഞു ശ്രീകൃഷ്ണായ വയം നുമഃ. ഇവിടെ ശ്രീകൃഷ്ണനാണ് ആ ഇഷ്ടദേവതയ്ക്ക് പേരിട്ട്. അത് ഏതായാലും വേണ്ടില്ല, ആ പേരിട്ടു എന്ന് മാത്രം. ഭഗവാന് ശരിയായിട്ടുള്ള രൂപമില്ല. നമ്മൾ പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദകി സരസിജം കരുണാസമുദ്രം എന്നൊക്കെ നമ്മൾ പറയും. ഇതൊന്നും ഭഗവാന്റെ ശരിയായിട്ടുള്ള രൂപമല്ല. ഇതൊക്കെ ഭക്തന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഓരോ രൂപങ്ങൾ സ്വീകരിക്കുന്നതാണ്. സർവവ്യാപിയായിട്ടുള്ള ഭഗവാന്റെ ശരിയായിട്ടുള്ള രൂപം എന്താ? സത് സ്വരൂപി, ചിത് സ്വരൂപി, ആനന്ദസ്വരൂപി. ഇതാണ് ഭഗവാന്റെ ശരിയായിട്ടുള്ള രൂപം. സത്ത് എന്ന് പറഞ്ഞാൽ സത്യമായിട്ടുള്ളത്, എന്നും ഉള്ളത്, മാറ്റം വരാത്തത്, നാശമില്ലാത്തത്, ഉൽപ്പത്തി നാശങ്ങളില്ലാത്തത് സത്യം. ചിത്തെന്ന് പറഞ്ഞാൽ ജ്ഞാനസ്വരൂപി, ജ്ഞാനമാണ് ഭഗവാൻ. ജ്ഞാനത്തിന് രൂപമുണ്ടോ? ഒരാളെ കണ്ടാൽ അറിയാൻ പറ്റുമോ എന്തെല്ലാം ശാസ്ത്രം പഠിച്ചിട്ടുണ്ട്, എത്ര അറിവുണ്ടെന്ന്? ജ്ഞാനത്തിന് രൂപമില്ല, കാണാൻ പറ്റില്ല. ഭഗവാൻ ജ്ഞാനസ്വരൂപിയാണ്. എനിക്ക് ഇന്നതറിയാം, അതിനെ അറിയുന്നു, ഇതിനെ അറിയുന്നു എന്നൊക്കെ പറയുന്നു. ആ അറിവിനെ ആർക്കെങ്കിലും കാണാൻ പറ്റാറുണ്ടോ? പറ്റാറില്ല. അതാണ് ചിത്ത്. പിന്നെ ആനന്ദസ്വരൂപി, ഞാൻ നല്ല സുഖം അനുഭവിക്കണമെന്ന് പറയും. ആ സുഖത്തെ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭഗവാന്റെ രൂപം എന്ന് പറഞ്ഞാൽ സത് സ്വരൂപം, ചിത് സ്വരൂപം, ആനന്ദസ്വരൂപം. ഇതൊക്കെയാണ് വാസ്തവത്തിൽ. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണായ വയം നുമഃ, ശ്രീകൃഷ്ണ പരമാത്മാവെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇഷ്ടദേവതയെ നമസ്കരിച്ചാൽ എന്താ എൻ്റെ ഫലം? താപത്രയ വിനാശായ. എത്രയെല്ലാം ദുഃഖമുണ്ടെങ്കിലും അതൊക്കെ മൂന്നായിട്ട് തിരിക്കുകയാണ് ശാസ്ത്രങ്ങളിൽ. ആധ്യാത്മികം, ആധിദൈവികം, ആധിഭൗതികം. അങ്ങനെയായിട്ട് തിരിച്ചു. അതിൽ ആധ്യാത്മികമോ ആധിഭൗതികമോ ഇല്ലെങ്കിലും ആധിദൈവികമുണ്ട് എല്ലാവർക്കും. മനസ്സുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കാമെന്നിരിക്കെ അതൊക്കെ വിട്ട് വേണ്ടാത്ത ചിന്തകൾ മാത്രം വരിക, മനസ്സാ വഴിക്ക് പോകുക. അതിനാണ് ആധ്യാത്മിക ദുഃഖങ്ങൾ എന്ന് പറയാം. ഇതൊക്കെ എല്ലാം തന്നെ ഇല്ലാതാവും ആ ഇഷ്ടദേവതയെ വേണ്ട പോലെ ആരാധിച്ചാൽ, സ്തുതിച്ചാൽ എന്ന് കാണിച്ചു. വ്യാസഭഗവാനാണ് ഈ പുരാണം നിർമ്മിച്ചേക്കുന്നത്. എങ്കിലും വ്യാസമൂർത്തം എന്നല്ല നമുക്ക് കിട്ടിയത്. അദ്ദേഹം പുത്രന് പറഞ്ഞു കൊടുത്തു, ശുഗന് പറഞ്ഞു കൊടുത്തു. ശുഗനാണ് ഗംഗാതീരത്തിൽ വച്ച് പരീക്ഷത്തിനും അനേക മഹർഷിമാർക്കായിട്ട് ഉപദേശിച്ചു. ശുഗബ്രഹ്മർഷി അത് പഠിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ഭാഗവതം കിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത്രയും വലിയ ഏകാക്ഷര പ്രദാതാരം ഗുരു എന്നാണ്. ഒരക്ഷരം ഉപദേശിച്ചു തന്നാൽ തന്നെ അത് ഗുരുവാണ്. അങ്ങനെ ഇരിക്കെ സർവശാസ്ത്രങ്ങളുടെ സാരം ഈ ഭാഗവതം മുഴുവൻ ഉപദേശിച്ചു തന്ന ഗുരുവിന് എത്ര വലിയൊരു സ്ഥാനമാണ്. ആ ഗുരുവന്ദനം ചെയ്യുക. പിന്നെ യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാതര ഓഭിനേദു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. വ്യാസന് ഒരു പുത്രനുണ്ടാവണമെന്ന് ഒരാഗ്രഹം. അപ്പോൾ ആരെയാണ് ഭജിക്കേണ്ടത് സൽപുത്രൻ ഉണ്ടാവാൻ വേണ്ടി? ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാരദ മഹർഷി വന്നു. നാരദ മഹർഷി പറഞ്ഞു, ദേവിയെ ആരാധിച്ചോളൂ. ത്രിമൂർത്തികൾ പോലും കാര്യസാധ്യത്തിന് ദേവിയാണ് ആരാധിക്കണേ. അതുകൊണ്ട് ദേവിയെ ആരാധിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ദേവിയെ ആരാധിക്കാനായിട്ട് പുറപ്പെട്ടു. പക്ഷേ മഹാദേവനാണ് വന്ന് അനുഗ്രഹിച്ചത്. വലിയ ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള സർവജ്ഞനായിട്ടുള്ളൊരു പുത്രൻ അങ്ങയ്ക്കുണ്ടാവട്ടെ എന്ന് പറഞ്ഞ്
അനുഗ്രഹിച്ചു. വലിയ സന്തോഷമായി, പുത്രനുണ്ടായി. വിദ്യാഭ്യാസമൊക്കെ ബൃഹസ്പതിയൊക്കെ തന്നെ ഗുരുകുലത്തിൽ പോയി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു വന്നു. അച്ഛനമ്മമാരുടെ പ്രതീക്ഷ എന്താവും? വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞാൽ ഉടനെ അവനെ വിവാഹം കഴിപ്പിക്കണം, ഗൃഹസ്ഥനാക്കി തീർക്കണം എന്നൊരു വിചാരം ഉണ്ടാവും. അതിനായിട്ട് ഉപദേശിച്ചു. അപ്പോഴാണ് പറഞ്ഞ്, ഇത് മാത്രം എന്നോട് പറയരുത്, ഇതൊന്നും വലിയ സുഖമുണ്ടാക്കുന്നതല്ല, അനേക ക്ലേശങ്ങളുണ്ടാക്കും. ഭഗവാനെ ഭജിക്കാനായിട്ട് പറഞ്ഞു തരൂ. കുട്ടികളുടെ അടുക്ക അച്ഛനമ്മമാർക്ക് വലിയ ദയ ഉണ്ടാവില്ലേ, കാരുണ്യം, അവൻ നന്നായിട്ട് കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? അതുകൊണ്ട് എനിക്ക് നന്മയ്ക്ക് ഉപദേശിച്ചു തരൂ എന്ന് പറഞ്ഞു, ഭഗവാനെ ഭജിക്കാനുള്ള മാർഗം. അപ്പോൾ അത് ഒക്കെ പറഞ്ഞു. അപ്പോൾ വല്ലാത്ത വിഷമായി. അപ്പോൾ അതുപോലാണ് ഞാൻ ഭഗവാനെ ഭജിക്കാൻ പോകാമെന്നും പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടു എന്നാണ് ആ ശുഗൻ. ഏകപുത്രൻ ഗൃഹം വിട്ടു പോകുമ്പോൾ ആർക്കാണെങ്കിലും ദുഃഖം ഉണ്ടാവും. മകനേന്ന് ഉറക്കെ വിളിച്ചു എന്നാണ്. പുത്രേതി തന്മയതയാതരവോഭിനേദൂ. വിളിച്ചപ്പോൾ വിളിയേക്കണ്ടേ, അവരെ എങ്ങനെ സന്തോഷിപ്പിക്കാം? എന്ത് കാര്യത്തിന് പോവുകയാണെങ്കിലും അച്ഛനമ്മമാരുടെ അനുഗ്രഹം വേണം. അവരെ വിഷമിപ്പിച്ചുകൊണ്ട് കിട്ടുന്ന പിന്നെ ഒരു സുഖം ആർക്കും കിട്ടില്ല. എങ്ങനെ അച്ഛനെ സന്തോഷിപ്പിക്കേണ്ടത്? വൃക്ഷങ്ങളിൽ കൂടെ വിളി കേട്ടു എന്നാണ്. വൃക്ഷങ്ങളാണ് എന്താ വേണ്ടേ എന്ന് ചോദിച്ചത്. ജ്ഞാനികൾക്ക് എല്ലാത്തിൽ കൂടെയും പ്രവർത്തിപ്പിക്കാൻ പറ്റും, സർവ്വജീവജാലങ്ങളിൽ കൂടെയും പ്രവർത്തിപ്പിക്കാൻ പറ്റും. സാധാരണക്കാർക്ക് അവനവൻ്റെ ശരീരത്തിൽ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ജ്ഞാനികൾക്ക്, സർവജ്ഞാനികൾക്ക് എല്ലാം എൻ്റെ എന്നുള്ളത്, ഈ ശരീരം എൻ്റെ എന്ന് തോന്നുന്ന പോലെ ഈ സർവ്വതും എൻ്റെ ശരീരമാണ്, ഈ പ്രപഞ്ചം മുഴുവൻ എന്നുള്ള ബോധം വന്ന ആളുകളാണ് ജ്ഞാനികൾക്ക്. അപ്പോൾ അവർക്ക് എല്ലാത്തിൽ കൂടെയും പ്രവർത്തിപ്പിക്കാം. അങ്ങനെയാണ് വൃക്ഷങ്ങൾ വിളി കേട്ടു. അത് കേട്ടപ്പോഴാണ് തൻ്റെ പുത്രൻ സാധാരണ ഒരാളല്ല, വലിയ ജ്ഞാനിയാണ്, ലോകത്തെ അനുഗ്രഹിക്കാൻ വന്നതാണ് എന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഈ ഭാഗവതം. മറ്റ് ശാസ്ത്രങ്ങളൊന്നും കേൾക്കണ്ട, ഭാഗവത ശ്ലോകം കേട്ടപ്പോൾ അതെനിക്ക് പഠിപ്പിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ശുഗനെ പഠിപ്പിച്ചതെന്ന്. ആ ശുഗൻ ഗംഗാതീരത്തിലിരുന്ന് പ്രായോപവേശം ചെയ്ത് മരണം വരെ ഉപവാസമായിട്ടിരിക്കുന്ന പരീക്ഷത്തിനും അവിടെ ആ സ്ഥലത്ത്, പുണ്യസ്ഥലത്ത് ആ സമയത്ത് പുണ്യം കൊണ്ട് വന്നു ചേർന്ന് ഋഷിമാർക്കും ആ വലിയ സദസ്സിൽ വച്ചാണ് ശുഗൻ ഉപദേശിച്ചത്. അപ്പോൾ ഭാഗ്യം കൊണ്ട് വ്യാസൻ്റെ ശിഷ്യനായിട്ടുള്ള ഒരു സൂതൻ, കഥ പറയുന്ന ആൾ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം മുഴുവൻ അത് കേട്ട് പഠിച്ചു. കാരണം ഇത് അപൂർവമായിട്ട് കിട്ടുന്നതാണ്. പുരാണങ്ങളൊക്കെ കിട്ടും, എല്ലാത്തിൻ്റെ സാരമായിട്ടുള്ളൊരു ഗ്രന്ഥം, ഒരു ശാസ്ത്രം അങ്ങനെ എളുപ്പത്തിൽ കിട്ടില്ല. അപ്പോൾ ഗുരുമുഖത്തുനിന്ന് ഇതെല്ലാം കിട്ടാൻ കഴിഞ്ഞ് ഭാഗ്യം കൊണ്ട് ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താലേ അതിൻ്റെ പൂർണ്ണത വരുള്ളൂ. അപ്പോൾ അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പല ദിക്കിലും പറഞ്ഞു കൊടുത്തുകൊണ്ട് സഞ്ചരിക്കുമ്പോഴാണ് നൈമിഷാരണ്യത്തിലെത്തിച്ചേർന്നു. അങ്ങനെ അവിടെ എത്തിച്ചേരുകയാണ് ഈ സൂതൻ. അപ്പോൾ ഋഷിമാരവിടെ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. കലിയുഗത്തിൻ്റെ ആരംഭമായി. ജനങ്ങൾക്ക് നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ വരില്ല, വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു ശ്രദ്ധ വരും. അപ്പോൾ അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തോന്നണേ. സർവേ ഭവന്തു സുഖിനഃ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നൈമിഷാരണ്യത്തിലിരിക്കണേ. ബ്രഹ്മദേവൻ കൊടുത്തിട്ടുള്ള ഒരു ചക്രം, നിങ്ങളിതിൻ്റെ പിന്നാലെ പൊക്കോളൂ, ഇതൊരിക്കൽ ചെല്ലുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കും, അവിടെ പിന്നെ നിങ്ങൾ ഇരുന്നോളൂ, കരിയൊന്നും ബാധിക്കില്ല, മനസ്സിന് നല്ല ശാന്തത കിട്ടും, അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. അതാണ് നിമിശീർണമായ പ്രദേശം നൈമിഷം. അതാണ് ഒരു അരണ്യം പോലെ ഏകാന്തതയുള്ള സ്ഥലം എന്നർത്ഥം. അവിടെയാണ് ഇരിക്കുന്നത്. ആ ഋഷിമാരുടെ സദസ്സിലേക്കാണ് ഈ സൂതൻ ചെന്നു ചേരുന്നത്. അവർക്ക് വലിയ സന്തോഷമായി. വ്യാസഭഗവാൻ വേദത്തിൻ്റെ സാരമായിട്ട് പുരാണങ്ങളും അതിൻ്റെയൊക്കെ സാരമായിട്ട് ഭാഗവതമൊക്കെ നിർമ്മിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്കത് പറഞ്ഞു തരാൻ ഒരാളില്ലല്ലോ. വേദത്തേക്കാൾ ലളിതമായിട്ടുള്ള കഥാരൂപത്തിലുള്ള വ്യാഖ്യാനം
നമുക്ക് പറഞ്ഞു തരാൻ ഒരാളെ കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ് ഈ സൂതൻ്റെ വരവ്. പറഞ്ഞു, വലിയ ഭാഗ്യം കൊണ്ടാണ് അങ്ങേ കാണാൻ കഴിയുന്നത്. എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരണം. വേദത്തിൻ്റെ വ്യാഖ്യാന രൂപത്തിൽ 18 പുരാണങ്ങൾ, മഹാപുരാണങ്ങൾ, ഉപപുരാണങ്ങൾ ഇതൊക്കെ നിർമ്മിച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ അങ്ങേക്ക് അറിയാം. അങ്ങ് ഗുരുമുഖത്തുനിന്ന് പഠിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അറിയാം. രണ്ടും കൂടി അറിഞ്ഞാലേ നല്ല ആളാവുള്ളൂ. ഒരു അധ്യാപകനാവണമെങ്കിൽ പഠിക്കുകയും വേണം, പഠിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവും വേണം. അങ്ങക്ക് ഇത് രണ്ടുമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഗുരുനാഥനാണ്, ആചാര്യനായിട്ട് അംഗീകരിക്കണം, ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പോഴവിടെ വച്ച് ശിവൻ്റെ മഹിമ കേൾക്കണം എന്ന് പറയുമ്പോൾ ശിവപുരാണം, പിന്നെ ഓരോ അവതാരത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ മത്സ്യപുരാണം, അഗ്നിപുരാണം, വായുപുരാണം, വാമനപുരാണം എല്ലാം പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഋഷിമാർ പറയണ, അങ്ങ് എത്ര കഥകളാണ് പറഞ്ഞ്, എത്ര മന്ത്രങ്ങളാണ് ഉപദേശിച്ച്. ഇതൊക്കെ ഒരു മനുഷ്യന് ഓർമ്മ വയ്ക്കാൻ വളരെ വിഷമം. ഈ ലക്ഷക്കണക്കിന് കഥകളും ഇതെല്ലാം പറഞ്ഞ് ഓർമ്മ വയ്ക്കാൻ വിഷമം. ഇതിനൊന്ന് ചുരുക്കി പറയാമോ എന്ന് ചോദിച്ചു. സൂതൻ പറഞ്ഞു, ഞാൻ ചുരുക്കി പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ചുരുക്കിയിട്ട് വ്യാസഭഗവാൻ തന്നെ ഒരു നിർമ്മിച്ചിട്ടുണ്ട് ഒരു ഗ്രന്ഥം. അതാണ് ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലൗ കീരേണ ഭാഷിതം. ശുകബ്രഹ്മർഷി പാടിയതാണ്. അങ്ങനെയാണ് ഞാൻ കേട്ടേക്കണേ, ഗുരുമുഖത്തും നേരിട്ടല്ല. ആ ഭാഗവതം നിങ്ങൾക്കാണ് പറഞ്ഞുതരാം. ഭാഗവതം കേൾക്കാൻ കഴിഞ്ഞാൽ പത്മപുരാണം വായിച്ചില്ലോ, സ്കന്ദപുരാണം വായിച്ചില്ലോ, വേദം പഠിച്ചില്ലോ, മറ്റ് ശാസ്ത്രം പഠിച്ചില്ലോ എന്നുള്ള ഒന്നും ദുഃഖിക്കാനില്ല. കാരണം എല്ലാത്തിൻ്റെ സാരമാണ് ശ്രീമദ് ഭാഗവതം. അത് എളുപ്പമാണെന്ന് വിചാരിക്കണ്ട. ജന്മാന്തരേ ഭവേൽ പുണ്യം തഥാ ഭാഗവതം ലഭേൽ. എളുപ്പത്തിലൊന്നും കേൾക്കാൻ പറ്റില്ല. പൂർവ്വജന്മ സുഹൃതം ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ അടുക്കലേക്ക് വരാൻ പറ്റുള്ളൂ. അതെന്താ അങ്ങനെ ഒരിക്കൽ ഭാഗവതം വായിക്കണമെങ്കിൽ അവിടെ ചെന്നിരുന്നാൽ പോരെന്നാണെങ്കിൽ അവിടെ ചെന്നിരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു തിരക്കിൽ വേറെ വല്ല കിളിക്കും പോകേണ്ടതായിട്ട് വരും. ഇതാണ്. ചിലപ്പോൾ ഒരു ശ്ലോകത്തിൻ്റെ പകുതി പോലും കേൾക്കാൻ പറ്റില്ല. സപ്പാൻ തിറങ്ങണേൻ്റെ 2 ദിവസം മുമ്പ് വേറെ ഏതോ നാട്ടിലേക്ക് പോകേണ്ടി വരും. ഇത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരിക. ഇങ്ങനെ എത്രയോ ആളുകൾക്ക് അനുഭവമുണ്ട്. അതുകൊണ്ട് ജന്മാന്തരേ ഭവേൽ പുണ്യം തഥാ ഭാഗവതം ലഭേത്. അപ്പോൾ മാത്രമാണ് കേട്ടോ, സുഹൃത്തുണ്ടെങ്കിൽ മാത്രമാണ് ഭാഗവതം കേൾക്കാൻ കഴിയുക. നിങ്ങൾക്കത് കേൾക്കണം താല്പര്യമുണ്ടല്ലോ, ഞാൻ കേട്ടത് അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ എൻ്റേതായിട്ടൊന്നും പറയണില്ല. പരീക്ഷത്തിൻ്റെ ചോദ്യങ്ങളും അതിന് ശുകബ്രഹ്മർഷി ഉത്തരം പറഞ്ഞത് ആ ചോദ്യോത്തര രൂപത്തിൽ, അതായത് വ്യാസൻ നിർമ്മിച്ച രീതിയിലല്ല നമുക്കിപ്പോൾ ഭാഗവതം കിട്ടിയേക്കണത്. പരീക്ഷിച്ചുക സംവാദ രൂപത്തിൽ, പരീക്ഷിത്തും ശുകബ്രഹ്മർഷിയും തമ്മിലുള്ള സംഭാഷണ രൂപത്തിലാണ് ഇപ്പോൾ നമുക്ക് ഭാഗവതം കിട്ടിയത്. ഭാഗവതം നിർമ്മിച്ചു ശുഗനെ പഠിപ്പിച്ചു. ശുഗൻ്റെ അടുക്ക വന്നപ്പോൾ പറഞ്ഞ് തന്ന ശാസ്ത്രം മുഴുവൻ കേൾപ്പിക്കാമെന്നല്ല പറഞ്ഞ്, ആ ചോദ്യത്തിന് ഉത്തരം പറയാം. എന്താണ് അങ്ങേക്ക് അറിയേണ്ടത്? അപ്പോൾ ഇന്നതാണ്, ഇങ്ങനെയാണ് എനിക്ക് ഉപദേശം. അത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ വേറെ ഒരു സംശയം ഉണ്ടാവും, അത് ചോദിക്കും. അപ്പോൾ അതിന് ഇങ്ങനെയാണ് പറഞ്ഞേക്കണേന്ന് പറയും. അല്ലാണ്ട് കേട്ടത് ഞാൻ മുഴുവൻ അങ്ങോട്ട് പറയാം, നിങ്ങൾക്ക് വേണ്ടത് എടുത്തോളൂ എന്നല്ല. ആ ചോദ്യത്തിന് എന്താ നിങ്ങൾക്ക് സംശയം എന്ന് വെച്ചാൽ ചോദിച്ചോളൂ, പറഞ്ഞു തരാമെന്ന്. അങ്ങനെയാണ് എല്ലാം ഉപദേശിക്കുന്നത്. ഇത് കഴിഞ്ഞപ്പോഴാണ് ഈ സപ്താഹമായിട്ട് വായിക്കുന്ന രീതി എങ്ങനെ വന്നു, ആ കഥയും കൂടി അവിടെ അനുസ്മരിച്ചു. നാരദ മഹർഷി ഈ ഭാരതഭൂമിയെക്കുറിച്ച് അങ്ങനെ കേട്ടു. എല്ലാ ദിക്കിലും തപസ് ചെയ്യുന്ന ആളുകൾ, വേദം പഠിക്കുന്ന ആളുകൾ, ആരാധനകൾ, പുണ്യതീർത്ഥങ്ങൾ, പുണ്യപർവ്വതങ്ങൾ, ഇങ്ങനെ മറ്റ് രാജ്യങ്ങളിലൊന്നുമില്ലാത്ത എവിടെ തിരിഞ്ഞാലും പുണ്യം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു പ്രദേശം ഈ ഭാരതഭൂമി. എന്നാൽ അതൊക്കെ ഒന്ന് നോക്കി കാണണം, എല്ലാ തീർത്ഥങ്ങളിലൊന്ന് സഞ്ചരിക്കണം എന്ന് വിചാരിച്ച് നാരദ മഹർഷി പുറപ്പെട്ടു എന്നാണ്. പുറപ്പെട്ടപ്പോഴേക്കും ഇവിടെ കലി ബാധിച്ചു കഴിഞ്ഞു. ഭഗവാൻ തൻ്റെ രൂപം മറച്ചു കഴിഞ്ഞ് കലി പ്രവേശിച്ചു കഴിഞ്ഞു. അപ്പോൾ വിചാരിച്ച പോലെയൊന്നല്ല, ആകെ മാറ്റം. എവിടെ തീർത്ഥത്തിൽ എവിടെ ചെന്നാലും അവിടെ ഒന്നും വിചാരിച്ച ആ മനഃശാന്തിയോ യാതൊന്നുമില്ല. ഗൃഹങ്ങളിലില്ല. ഗൃഹങ്ങളിലൊക്കെ
ഭാര്യാഭർത്താക്കന്മാരൊക്കെ തമ്മിൽ കലഹിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. പിന്നെ എന്തെങ്കിലും സൽക്കർമ്മം ചെയ്യണ്ടെങ്കിൽ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ലാഭത്തിന്, കാര്യലാഭത്തിന് വേണ്ടിയിട്ടാവും. അല്ലാണ്ട് നിഷ്കാമമായിട്ടുള്ള കർമ്മം എങ്ങും കാണാനില്ല. വല്ലാതെ വിഷമമായി. ഇനി എവിടെ പോകും? ഈ ഭൂമിയിൽ കാല് വയ്ക്കണ്ടായിരുന്നു എന്ന് പോലും തോന്നിയെന്ന. എന്നാൽ ഭഗവാൻ കളിച്ചു നടന്ന പുണ്യ വൃന്ദാവനത്തിൽ ചെല്ലുമ്പോൾ അങ്ങനെ ആവില്ല. അവിടെ ഒരു ഭക്തിയൊക്കെ ഉണ്ടാവും, മനഃശാന്തി കിട്ടും. അങ്ങനെ പറഞ്ഞ് വൃന്ദാവനത്തിലെത്തിച്ചേർന്നു. അവിടെ ചെന്നപ്പോൾ ഭക്തന്മാരിരുന്ന് ഭഗവാന്റെ നാമം ജപിക്കണം. ഇവിടെയാണ് ഭഗവാന്റെ അവതാരം, ഇവിടെയാണ് ഭഗവാന്റെ ലീലകൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മുമ്പിൽ കാണുന്ന പോലെ ഉള്ള ഭക്തന്മാർ ധാരാളമായിട്ടുണ്ട്. അങ്ങനെ മനഃശാന്തി കിട്ടി അവിടെ എത്തിയപ്പോൾ. അങ്ങനെ വൃന്ദാവനത്തിൻ്റെ ആ ഭംഗി നോക്കി നടക്കുക. ഒരു ദിക്കിൽ ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ അവിടെ ഇരിക്കുന്നുണ്ട്. അവരടുക്ക 2 വൃദ്ധന്മാർ, എത്രയാ വയസ്സായെന്ന് കണക്കില്ല. ഈ ചെറുപ്പക്കാരിയായിട്ടുള്ള സ്ത്രീക്ക് ആ വൃദ്ധന്മാരോട് ഒരിഷ്ടം. അവരിങ്ങനെ വയ്യാണ്ട് കിടക്കുകയാണ്, ശരീരത്തിന് ബലമൊന്നുമില്ലാണ്ട്, ശരീരമൊക്കെ തളർന്ന് കിടക്കുക. അവരെ പിടിച്ച് എഴുന്നേറ്റിരുത്താനായിട്ട് നോക്കും. ഒരാളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഇരുത്തി കൈ വിട്ട് കഴിയുമ്പോൾ മറിഞ്ഞു വീഴുകയായി. ഇങ്ങനെ മാറി മാറി വല്ലാതെ ദുഃഖിക്കുകയാണ്. നാരദ മഹർഷിക്ക് ഇത് കണ്ടപ്പോൾ മറ്റുള്ളവരുടെ ദുഃഖം കണ്ടാൽ സഹിക്കില്ല. അതാണല്ലോ മഹാത്മാക്കളുടെ സ്വഭാവം. അവർക്ക് എത്ര ദുഃഖം വന്നാലും സാരില്ല, അവരതിനെ സഹിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. അന്യൻ്റെ ദുഃഖമാണ് അവർക്ക് സഹിക്കാൻ വയ്യാതെ. ചോദിച്ചു, ആരാണ് നീ? ഈ വൃദ്ധന്മാർ ആരാണ് എന്നൊക്കെ ചോദിച്ചോ. പറഞ്ഞു, ഭക്തി എന്നാണ് എൻ്റെ പേര്. ഇവരെൻ്റെ കുട്ടികളാണ്. ഒരാൾ ജ്ഞാനം, ഒരാൾ വൈരാഗ്യം. ദ്രവിഡദേശത്ത് ജനിച്ചു, മഹാരാഷ്ട്രയിലൊക്കെ വളർന്നു. ഗുർജര ദേശത്ത് എൻ്റെ കുട്ടികളോടുകൂടി സഞ്ചരിക്കുമ്പോഴേക്കും ആൾക്കാർ വല്ലാതെ ഉപദ്രവിക്കാൻ തുടങ്ങി. എനിക്ക് പോലും വാർദ്ധക്യം വന്ന് എനിക്ക് നടക്കാൻ വയ്യാത്തൊരവസ്ഥയായി. പിന്നെ എങ്ങനെയോ വിഷമിച്ച് എൻ്റെ കുട്ടികളെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ ഈ വൃന്ദാവനത്തിൽ വന്നപ്പോൾ എനിക്ക് യൗവനം തിരിച്ചു കിട്ടി. പക്ഷേ പ്രയോജനമൊന്നുമില്ല, എൻ്റെ കുട്ടികളിങ്ങനെ വല്ലാതെ കിടക്കല്ലേ. ഏതായാലും അങ്ങേ കാണാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യം. അങ്ങയ്ക്ക് എല്ലാവരെയും അനുഗ്രഹിക്കാനുള്ള കഴിവുണ്ട്. ധ്രുവൻ എന്നുള്ള രാജകുമാരന് ആ ധ്രുവലോകത്തെ എത്തിച്ച്, ഋഷിമാർക്ക് പോലും എത്താൻ പറ്റാത്ത ലോകത്തെ എത്തിച്ചത് അങ്ങല്ലേ. എങ്ങനെ? ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. വെറും 12 അക്ഷരം ഉപദേശിച്ചു കൊടുത്ത് ഉയർന്ന പദവിയിലെത്തി. അതുപോലെ മറ്റൊരാൾ അസുരനാർന്നു, അതിദുഷ്ടനായിട്ടുള്ള ഹിരണ്യകശിപുവിൻ്റെ പുത്രനാണ്. പക്ഷേ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഗർഭത്തിൽ, അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ പോലും അങ്ങയുടെ മുഖത്തുനിന്ന് ഉപദേശം കേൾക്കാൻ കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിനക്ക് ആരാ ബലം? നിനക്ക് എവിടുന്നാണ് ഈ ശക്തി എന്ന് ചോദിച്ചപ്പോൾ, ബലം മേ വൈകുണ്ഠ, സാക്ഷാ ഭഗവാനാണ് എനിക്ക് ബലം. എന്താ നീ പഠിച്ചതിൻ്റെ മുഴുവൻ ഗുരു മുഖത്തുനിന്ന് കിട്ടിയതെന്താ? ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം എന്നൊക്കെ പറഞ്ഞ ആളാ. അപ്പോൾ അസുരവംശത്തിൽ ജനിച്ച ആളെ ഇത്ര വലിയ ഭക്തോത്തമനാക്കിയത് അങ്ങാണ്. അതുകൊണ്ട് അങ്ങയ്ക്ക് അതിനൊക്കെ കഴിവുണ്ട്. എൻ്റെ കുട്ടികളുടെ ക്ലേശം ഇല്ലാതാക്കി തീർത്തിട്ട് വേണം അങ്ങ് പോകാൻ. ഭാഗ്യം കൊണ്ടാണ് അങ്ങേ കാണാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞു. നാരദ മഹർഷി പറഞ്ഞു, വിഷമിക്കണ്ട. എത്ര ദുഃഖിച്ചാലും, എത്ര ദുഃഖം വന്നാലും ആ ദുഃഖം തീർക്കാൻ ഭഗവാനുണ്ട്. വലിയ സഭയിൽ വച്ച് വസ്ത്രാക്ഷേപം ചെയ്തില്ലേ പാഞ്ചാലിയെ? ആ സമയത്ത് കൃഷ്ണാന്ന് വിളിച്ചപ്പോൾ രക്ഷിക്കാൻ വന്ന ഭഗവാൻ എങ്ങും പോയിട്ടില്ല. സ കൃഷ്ണാഹ ക്വാപി നോ ഗതാഹ, എവിടെയും പോയില്ല, ഭഗവാനെ ശരണം പ്രാപിക്കുകയുള്ളൂ. പിന്നെ കലിദോഷങ്ങളെ കൊണ്ടാണ് ഈ ഇതെല്ലാം വന്നേക്കണത്. ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവളാണ് നീ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും ഭഗവാൻ ചെന്നു ചേരും. ഭഗവാൻ ഇന്ന ഗ്രഹത്തിലേ പോകുന്നില്ല, എല്ലാ ഗ്രഹത്തിലെത്തും.
പക്ഷേ നിൻ്റെ സാന്നിധ്യം വേണം, നീ പറയണം. അങ്ങനെയുള്ളതാണ് നിനക്ക്. എൻ്റെ കാലം കൊണ്ട് വന്നു ചേർന്നു എന്നുള്ള ഈ വിഷമമൊക്കെ, ഇതൊക്കെ ഞാൻ മാറ്റിത്തരാം കുട്ടികളുടെ വിഷമമൊക്കെ എന്നും പറഞ്ഞ് ഭഗവത്ഗീത ഉപദേശിക്കണോ. മറ്റ് മന്ത്രങ്ങൾ, അഷ്ടാക്ഷരം, ദ്വാദശാക്ഷരി എല്ലാം പറഞ്ഞു കൊടുത്തിട്ടും ഇവർക്ക് ഒരു മാറ്റവും വരുന്നില്ല. അവരങ്ങനെ തന്നെ കിടക്കണം. അപ്പോൾ നാരദ മഹർഷിക്കും വല്ലാതെ വിഷമായി, അത്ഭുതമായി. കാരണം താൻ ഒരാളുടെ ദുഃഖം തീർക്കാൻ പുറപ്പെട്ടിട്ട് പരാജിതനാവുക ആദ്യമാണ് പരാജയം. എന്താണെന്ന് ചിന്തിച്ചു. അപ്പോഴാണ് എല്ലാ കർമ്മത്തിൻ്റെയും സാക്ഷിയായിട്ടുള്ള സൂര്യനെ പോലും തപസ്സുകൊണ്ട് നിർത്തി. അപ്പോൾ ചോദിച്ചു, സജ്ജനങ്ങൾ പറഞ്ഞു തരുന്ന മാർഗം, സൽക്കർമ്മം ചെയ്താൽ, എന്തെങ്കിലും കർമ്മം ചെയ്തിട്ട് കാര്യമില്ല, ഒരു സൽക്കർമ്മം ചെയ്താൽ ഈ ജ്ഞാനവൈരാഗ്യങ്ങളുടെ വിഷമം തീരും, ഭക്തിദേവിയുടെ വിഷമം തീരും. എന്താ സൽക്കർമ്മം? അത് സജ്ജനങ്ങൾക്കേ അറിയുള്ളൂ സൽക്കർമ്മം എന്താന്ന്. അവരോട് ചോദിക്കാൻ പറയും. അങ്ങനെ ഇറങ്ങി പുറപ്പെട്ട് ബദരിയിൽ കൂടെ നടക്കുകയാണ്. ബദരി വിശാല നഗരി. അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ സനകാദികൾ ആദ്യമായിട്ട് കണ്ടു എന്നാണ്. സനകാദികളെ കണ്ടു. സൂര്യനെ പോലെ തേജസ്സുള്ള 4 ആൾക്കാർ, സനകൻ, സനന്ദൻ, സനാതൻ, സനൽകുമാരൻ. സനകാദികൾ എന്നവരെ പറയും. 5 വയസ്സ് പോലെയുള്ള കുട്ടികളെ പോലെയുള്ള നിഷ്കളങ്കതയുള്ള ആൾക്കാരാണ്. അങ്ങനെ സഞ്ചരിക്കുക. നാരദ മഹർഷി കണ്ടപ്പോൾ ചോദിച്ചു, എന്താ പറ്റിയത്? വ്യാസഭഗവാന് പോലും ഭാഗവതം നിർമ്മിക്കുമെന്ന് ഉപദേശിച്ച ആളല്ലേ, വ്യാസഭഗവാന്റെ പോലും ദുഃഖമില്ലാതാക്കിയ ആളാ, അങ്ങെന്താ പിന്നെ ദുഃഖിക്കണേ, എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ടായ കഥകളെല്ലാം പറഞ്ഞ് കേൾപ്പിച്ചു. കേൾപ്പിച്ചപ്പോഴാണ് എന്തൊക്കെ പറഞ്ഞത്, എന്താ പറഞ്ഞ് ഉപദേശിച്ചു കൊടുത്ത് എല്ലാം പറഞ്ഞു കൊടുത്തു. വേദങ്ങൾ, ശാസ്ത്രങ്ങളെല്ലാം, ഭഗവത്ഗീത മുതലായിട്ടുള്ള. ഭാഗവതം കേൾപ്പിച്ചോ എന്ന് ചോദിച്ചു. ഭാഗവതം കേൾപ്പിച്ചില്ല. കാരണം എല്ലാ ശാസ്ത്രങ്ങളിലെ സാരല്ലേ ഭാഗവതം. വേദങ്ങൾ തന്നെ കേൾപ്പിച്ചു. വേദത്തിൽ നിന്നാണല്ലോ മറ്റെല്ലാം ഉണ്ടായത്. അപ്പോൾ വേദമാണ് അടിസ്ഥാന ഗ്രന്ഥം. ആ വേദം തന്നെ ഞാൻ കേൾപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, വേദം കേൾപ്പിച്ചിട്ട് കാര്യമില്ല, വേദത്തിനില്ലാത്ത മഹിമ വേദസാരമായിട്ടുള്ള ഭാഗവതത്തിനുണ്ടെന്ന് പറഞ്ഞു. കരിമ്പിനില്ലാത്ത മഹിമ ശർക്കരയ്ക്ക് ഇല്ലേ എന്നാണ് ചോദിച്ച്. കരിമ്പാവുമ്പോൾ കുറേ കൊണ്ടുവന്നാൽ അത് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ആ മധുരം എടുക്കാനായിട്ട് എത്ര വിഷം ഉണ്ട്. മാത്രമല്ല എടുത്തു കഴിഞ്ഞാൽ കുറേ അപേക്ഷിക്കേണ്ടതുണ്ട്, ക്ലേശം മാത്രം അധികം. ശർക്കരയായിട്ട് വന്നാലോ അതിലൊന്നും അപേക്ഷിക്കേണ്ടതില്ല. നഹി ഗുളഗുളികായാഹ ക്വാപി മാധുര്യഭേദ. ശർക്കര കഷത്തിന് എവിടെയെങ്കിലും മധുരമല്ലാണ്ട് വലുതുണ്ടോ? ആ മൂലം അതിന് മധുരം മാത്രമേ ഉള്ളൂ. അപ്പോൾ കരിമ്പിൻ്റെ സാരമായിട്ടുള്ള ശർക്കരയ്ക്ക് കരിമ്പിനില്ലാത്ത വലിയ മഹിമ. ശർക്കരയുടെ രസം അനുഭവിക്കാൻ വൃദ്ധന്മാർക്കോ കുട്ടികൾക്കോ എല്ലാവർക്കും പറ്റും. നാവുമ്മ ശർക്കര തൊടിയിച്ചാൽ മതി, ആ നിമിഷം മുതൽ മധുരം കിട്ടിത്തരും. അതുപോലെയാണ് വേദമാകുമ്പോൾ മനസ്സിലാക്കാൻ എന്താണ് കർത്തവ്യം, ഏതാണ് വിധിവാക്യം, ഏതാണ് നിഷേധം, ഇത് ബ്രഹ്മചാരിക്കുള്ളതാണോ ഗൃഹസ്ഥനാണോ വാനപ്രസ്ഥന് വേണ്ടിയിട്ടുള്ളതാണോ, ഇതൊക്കെ തിരഞ്ഞെടുക്കാൻ വളരെ വിഷമമാണ് വേദത്തിൽ നിന്ന്. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ സാരം വേറെ വേറെ പറഞ്ഞിരിക്കുക. ഗൃഹസ്ഥൻ എന്നെ ചെയ്യണം, ബ്രഹ്മചാരിയാണ് ഇങ്ങനെ വേണം, വാനപ്രസ്ഥൻ ഇങ്ങനെ, സന്യാസിയുടെ ധർമ്മം ഇത് എന്നൊക്കെ വേർതിരിച്ച് പറഞ്ഞിരിക്കുന്നതാണ് ഭാഗവതം. അപ്പോൾ വേദം വളരെ ദുർഗ്രഹമാണ്, ഭാഗവതം എളുപ്പത്തിൽ സുഗ്രഹമാണ്, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ആ ഭാഗവതം കേൾപ്പിക്കൂ എന്ന് പറയും. ഭാഗവതം കേൾപ്പിക്കൂ എന്ന് പറയും. ശരി, നാരദ മഹർഷി പറഞ്ഞു ഭാഗവതം കേൾപ്പിക്കാം, പക്ഷേ അതിൻ്റെ വിധിപ്രകാരമുള്ള കേൾപ്പിക്കാനൊന്നും എനിക്കറിയില്ല. ബ്രഹ്മദേവൻ ഉപദേശിച്ചു തന്നുണ്ട്. 3 അധ്യായങ്ങളിലായിട്ട് ബ്രഹ്മദേവൻ 2-ാം സ്കന്ധം 5, 6, 7 3 അധ്യായങ്ങളിലായിട്ട് പറഞ്ഞു തന്നുണ്ട്. പക്ഷേ ഭക്തിയോടുകൂടി പറയണം, ശ്രദ്ധയോടുകൂടി വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ ഒരു സപ്താഹമായിട്ട് ഉപദേശിക്കാനുള്ള വിധി പറഞ്ഞിട്ടില്ല.
അതുകൊണ്ട് സനകാദികളോട് പറയാണ്, നിങ്ങൾ തന്നെ ജ്യേഷ്ഠന്മാരായിട്ടുള്ള നിങ്ങൾ തന്നെ വേണം ആചാര്യന്മാരായിട്ട് എന്ന് പറഞ്ഞു. എന്നാൽ ശരി എന്ന് പറഞ്ഞ് അവിടെ ഗംഗാനദിയുടെ ഒരു തീര പ്രദേശം ആനന്ദതടത്തിൽ വെച്ചാണ് സനകാദികൾ ഭാഗവതം വർണ്ണിക്കാൻ അങ്ങോട്ട് ആരംഭിച്ചു. ഭക്തിദേവിക്കും ജ്ഞാനവൈരാഗ്യങ്ങൾക്കും മനഃശാന്തിക്ക് വേണ്ടി നാരദ മഹർഷി പറഞ്ഞ് സനകാദികളിലെ സപ്താഹം. അവർ 4 ആളുകളാണ്, ഒന്നിച്ചിരുന്നാണ് പാരായണം പ്രഭാഷണം. അവരിങ്ങനെ ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിച്ച് ഉച്ചത്തിലങ്ങനെ പാടാനായിട്ട് ആരംഭിക്കുക. സനകാദികളുടെ സപ്താഹം ഭാഗവതം നടക്കുന്നുണ്ട്, എത്രയോ പൂർവ്വ സുഹൃതം കൊണ്ട് കിട്ടണതാണ് എന്ന് മനസ്സിലാക്കി സജ്ജനങ്ങളെല്ലാം അവിടെ വന്നിട്ടുണ്ട്. നദികളൊക്കെ മനുഷ്യരൂപത്തിൽ വന്നിരിക്കുന്നു. ഇങ്ങനെ സർവ്വതും വന്ന് വലിയൊരു സദസ്സാണ് ഗംഗാതീരത്തിൽ. ഒരാളെന്തെങ്കിലും പറയണു, വായിക്കണു, പറയണു, അപ്പം എല്ലാവരും അത് തന്നെയല്ലേ ശ്രദ്ധിക്കുക. ഇങ്ങനെ എല്ലാവരും ഈ സനകാദികളുടെ ആ പ്രഭാഷണവും പാരായണമൊക്കെ കേട്ടിരിക്കുമ്പോൾ അകലേ നിന്ന് ഒരു ശബ്ദം ഉണ്ടായിരുന്നതാണ്, ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാരായണ. ഇതാണ് 5 നാമങ്ങൾ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാരായണ എന്നൊരു ഘോഷം, നാമജപം. 2 കുട്ടികളുടെ ശബ്ദമുണ്ട്, അത് കഴിഞ്ഞാൽ വേറൊരു സ്ത്രീയുടെ ശബ്ദമുണ്ട്. ഈ മാഹാത്മ്യം പറഞ്ഞ് നാമമാഹാത്മ്യവും ഭാഗവത്തിൻ്റെ മാഹാത്മ്യം തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് അന്തരീക്ഷത്തിൽ കൂടെ വായുവിൽ കൂടെ ശബ്ദതരംഗങ്ങൾ ചെന്ന് ജ്ഞാനവൈരാഗ്യങ്ങളുടെ കാതിൽ പതിച്ചപ്പോഴേക്കും അവരുടെ വിഷമമൊക്കെ തീർന്നു എന്നാണ്. സുതൗ തൗ തരുണൗ ഗൃഹീത്വാ, പെട്ടെന്ന് അവരെ അകാല വാർദ്ധക്യം പോയി നല്ല ചെറിയ കുട്ടി, നല്ല മിടുക്കന്മാരായിട്ടുള്ള 2 കുട്ടികളായിട്ട് മാറുന്നു. ചെറിയ കുട്ടികളെ കൊണ്ട് നടക്കുമ്പോൾ, വികൃതി കുട്ടികളെ കൊണ്ട് നടക്കുമ്പോൾ എപ്പോഴും അവരെ കൈ പിടിച്ചുകൊണ്ട് വേണം, അല്ലെങ്കിൽ അവർ ഓടിപ്പോകും. ഇത് നദിയുടെ തീരത്തേക്കാണ് വരണേ. ഭക്തി സുതൗ തൗ തരുണോ ഗൃഹീത്വാ പ്രേമൈകരൂപ. അങ്ങനെ ഭക്തിയാണ്. ശബ്ദം കേട്ട് എല്ലാവരും നോക്കുമ്പോഴാണ് ഈ രൂപം കാണുന്നത്. ആദ്യ ശബ്ദം കേട്ടു, പിന്നെ നോക്കുമ്പോൾ ഭക്തിദേവിയാണ് സന്തോഷമായിട്ട്. കുട്ടികളുടെ ക്ലേശം തീർന്നപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി. ആ വികൃതി കുട്ടികളെ കൈ പിടിച്ച് നാമം ജപിച്ച് നൃത്തം ചുവട്ടിക്കൊണ്ടാണ് വരണേ. വേഗം വന്നു സനകാദികളുടെ പാദത്തിൽ ആദ്യം അങ്ങോട്ട് നമസ്കരിച്ചു. കാരണം ഈ കുട്ടികളുടെ വിഷമമൊക്കെ തീർത്തുന്നില്ലേ, വേറെ ആർക്കും പറ്റാത്തത്. മിടുക്കന്മാരായിട്ട് തീർന്നു കുട്ടികൾ. വേഗം നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികളുടെ വിഷമമൊക്കെ ഇല്ലാതായി തീർത്തു. ഈ ഭാഗവതത്തിന് ഇത്രയും മഹത്വം ഉണ്ടല്ലോ, ഇത്രയും മഹത്വം ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കുട്ടികളോടുകൂടി ഇവിടെ ഇരുന്ന് ഇത് മുഴുവൻ ശ്രവിക്കണം. ഈ ഭാഗവതം ആൾക്കാർ തിങ്ങി നിറഞ്ഞിരിക്കുകയല്ലേ, എവിടെയാണ് സ്ഥലം കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ സനകാദികൾ പറഞ്ഞു, പുറമേലേ ആളുകൾ നിറഞ്ഞിരിക്കുന്നത്, ഇവരുടെ ഹൃദയം വളരെ വിശാലമാണ്, നിനക്ക് നിൻ്റെ കുട്ടികളോട് കൂടി ഇഷ്ടം പോലെ ഓടിക്കളിക്കാം എന്ന് പറയും. അപ്പോൾ ശരിയെന്നും പറഞ്ഞ് ഭക്തിദേവി കുട്ടികളോടുകൂടി എല്ലാവരുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു എന്നാണ്. എന്താ കഥയുടെ താല്പര്യം? മാഹാത്മ്യം കേട്ടപ്പോഴേക്കും ഭക്തി ഉണ്ടായി, ജ്ഞാനവൈരാഗ്യങ്ങളുണ്ടായി. ഭഗവാനെക്കുറിച്ചിട്ടുള്ള അറിവാണ് ജ്ഞാനം. മറ്റ് വിഷയങ്ങളിലൊന്നും താല്പര്യമില്ലാതെ ഇരിക്കില്ല, അതാണ് വൈരാഗ്യം. ആ ഭഗവാൻ ഇത് മുഴുവൻ കേൾക്കണം, ഭഗവാനിൽ മനസ്സുറപ്പിച്ചു, ആ ഭക്തിയുണ്ടായി, ജ്ഞാനവൈരാഗ്യങ്ങളുണ്ടായി എന്നാണ് കഥയുടെ താല്പര്യം. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ചോദിച്ചത്, അറിഞ്ഞും അറിയാതെയായിട്ട് അസത്യം പറയൽ, പലരെ ഉപദ്രവിക്കൽ, ഇങ്ങനെ പല പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും അറിഞ്ഞും അറിയാതെയും. ഇവർക്കൊക്കെ സൽഗതി കിട്ടാൻ എന്താ മാർഗം? അവരെ അനുഗ്രഹിക്കാൻ ഈ ഭാഗവതത്തിന് കഴിവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് പറഞ്ഞു, എന്നത് പറഞ്ഞുതരാം. ആത്മദേവൻ എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ദുന്ധുളി എന്നുള്ള ഒരു പത്നി,
സന്താന സൗഖ്യമൊന്നും ഇല്ലാതിരുന്നു. അദ്ദേഹത്തിന് വലിയ വിഷമായി. അദ്ദേഹം തർപ്പണമൊക്കെ ചെയ്യണ സമയത്ത് പിതൃക്കളൊക്കെ കരഞ്ഞുകൊണ്ടാണ് ആ ജലം സ്വീകരിക്കാറ്. കാരണം എന്താ, ഉള്ള കാലശേഷം നമുക്ക് ജലം തരാൻ, ആ തില ഉദകം തരാൻ ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ചാണ് ആ പിതൃക്കളിലൊക്കെ വല്ലാത്ത വിഷമം. അപ്പോൾ സന്താന സൗഖ്യം ഉണ്ടാവണമെന്ന് ആത്മദേവന് വലിയ ആഗ്രഹം. എന്നാൽ അദ്ദേഹത്തിൻ്റെ പത്നി വേറൊരു സമ്പ്രദായക്കാരത്തിയാണ്. അവർക്ക് ഈ ലൗകികമായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ അറിയണം, ലോകകാര്യങ്ങൾ അറിയണം. ഇങ്ങനെയൊക്കെ അല്ലാതെ കുട്ടികളുണ്ടാവണമെന്ന് ആഗ്രഹമില്ല. അതുണ്ടായാൽ പിന്നെ കുട്ടികളെ വളർത്തി, പ്രസവം അതൊക്കെ വലിയ വിഷമമുള്ളത്, കുട്ടികളെ വളർത്തി കൊണ്ടുവരണം. ഇതൊക്കെ ക്ലേശം, അതൊന്നും വേണ്ട, അല്ലാണ്ട് ജീവിച്ചാൽ മതി എന്നൊരു വിചാരം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആത്മദേവനാണെങ്കിൽ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ശരീരം ഉപേക്ഷിക്കാം എന്ന് വിചാരിച്ച് വനത്തിൽ പോയപ്പോഴാണ് ഒരു സന്യാസിയെ കണ്ടു. കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങ് ഇതിലൊന്നും മനസ്സ് വയ്ക്കണ്ട, ഇതുകൊണ്ടൊന്നും ആധ്യാത്മിക സുഖം ആർക്കും കിട്ടില്ല, ഭഗവാനെ ഭജിച്ചോളൂ വിരക്തനായിട്ട് എന്നൊക്കെ ഉപദേശിച്ചു കേൾക്കാൻ തോന്നിയില്ല. എന്നാൽ ഞാനൊരു പഴം തരാം എന്ന് പറഞ്ഞൊരു പഴം കൊടുത്തു. ഇത് പത്നിക്ക് കൊടുക്കാൻ പറഞ്ഞു. പത്നി അത് കൊടുത്തപ്പോൾ പറഞ്ഞു, വിചാരിച്ചു, കഴിച്ചോന്ന് ചോദിച്ചപ്പോൾ കഴിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കയ്യിൽ പിടിച്ച എന്താ ചിന്തിച്ചത്, ഇതാ സന്യാസി തന്നതാ, കഴിച്ചാൽ എങ്ങനെയായാലും ഗർഭം ധരിക്കേണ്ടി വരും. വലിയ ക്ലേശം. തൊഴുത്തിൽ നിൽക്കുന്ന പശുവിന് കൊടുത്തു. അത് പ്രസവിച്ച് ഒരു ബാലുണ്ടായി. ഗോകർണൻ എന്ന് പേരിട്ടു. അപ്പോൾ ഇത് എങ്ങനെ വിശ്വസിപ്പിക്കും? അത് കഴിച്ചു, പുത്രൻ ഉണ്ടായില്ലെങ്കിലോ? അപ്പോൾ അത് വിഷമാവില്ലേ? അദ്ദേഹം തെറ്റിദ്ധരിക്കില്ലേ? കഴിച്ചു എന്ന് പറയുകയും ചെയ്തു. സഹോദരി ഗൃഹത്തിൽ വന്നപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനിപ്പോൾ ഗർഭിണിയാണ്, പ്രസവിച്ചു കഴിഞ്ഞാൽ നിനക്ക് തരാൻ നിൻ്റെ കുട്ടിയാന്ന് പറഞ്ഞാൽ മതി, അതേവരെ ഗർഭിണിയെപ്പോലെ താമസിച്ചാൽ മതി എന്ന് പറയും, അഭിനയിച്ചോളാൻ പറയും. അങ്ങനെയൊക്കെ ചെയ്തു, പല കാപട്യം കാണിച്ചു. പശു പ്രസവിച്ചപ്പോൾ ഒരു മനുഷ്യക്കുട്ടി. അങ്ങനെ അനുജത്തിയുടെ കുട്ടിയെ കൊണ്ടുവന്ന് തൻ്റെ എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അദ്ദേഹം ഒരു പാവാർന്ന് ഒന്നത്ര ശ്രദ്ധിക്കുന്ന ആളല്ല. അങ്ങനെ കഴിഞ്ഞു. കുറെ കഴിഞ്ഞപ്പോഴാണ് വലുതായി വരും തോറും ദുഷ്ടത കൂടി വന്നു. വേനൻ്റെയൊക്കെ കൂട്ടത്തിലായി. മറ്റവരെയൊക്കെ വല്ലാതെ ഉപദ്രവിക്കുക, എന്തും ചെയ്യാൻ പഠിക്കാതെ ധൂർത്തനായിട്ട് തീർന്നു. അങ്ങനെ വല്ലാതെ വിഷമം, അച്ഛനമ്മമാരെയൊക്കെ ഉപദ്രവിക്കുക. അപ്പോഴാണ് ഗോകർണനാണെങ്കിൽ നല്ല ഭാഗവതൻ ഭക്തനായിട്ടുള്ള ആൾ. ഞാൻ എന്ത് ചെയ്യണം ഗോകർണാന്ന് ചോദിച്ചു. അച്ഛാ, ഇവിടെ ഇരുന്നുണ്ടെങ്കിൽ ദുഃഖമേ ഉണ്ടാവുള്ളൂ. വനത്തിൽ ഏകാന്തത്തിൽ പോയിരുന്ന് ഭഗവത് കഥകൾ പാടിക്കൊണ്ട് കാലം കഴിച്ചോളൂ, ഇവിടെ ഇരുന്നാൽ വിഷമാണെന്ന് പറഞ്ഞു. ഗോകർണൻ തപസ്സിന് പോയി. പിന്നെ ദുഷ്ടനായിട്ടുള്ള ധുന്ധുകാരിയുടെ ഭരണം വല്ലാതെ ഇവരൊക്കെ ഉപദ്രവിക്കണു. ഇവൻ്റെ ഉപദ്രവം സഹിക്ക വയ്യാതെ അമ്മയാണ് ഈ ശരീരം ഉപേക്ഷിക്കണു. ഇങ്ങനെ പല അനർത്ഥങ്ങളും വന്ന് ചാരിത്രമില്ലാത്ത ആളുകളെയൊക്കെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിക്കുന്നു ധുന്ധുകാരി. അവരുടെ കൈകൊണ്ട് തന്നെ മരണം സംഭവിക്കുന്നു. ഇത് ഗോകർണൻ കുറേ കാലം കഴിഞ്ഞപ്പോൾ കേട്ടു, ഇങ്ങനെ ഇവന് സഹോദരന് ഇങ്ങനെ ദുർമരണം സംഭവിച്ചു എന്ന്. അതിന് പരിഹാരമായിട്ട് ഗയാശ്രാദ്ധമൂട്ടിൽ ഏത് തീർത്ഥത്തിൽ ചെന്നാലും ആ സഹോദരനെ ഉദ്ദേശിച്ചും കൂടിയും തർപ്പണം ചെയ്യൽ. ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് പല ദിക്കിലും സഞ്ചരിച്ചൊരിക്കൽ പഴയ ഗൃഹത്തിൽ വന്നു. രാത്രി വിശ്രമിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം കേൾക്കണം. നോക്കിയപ്പോൾ ഒരു ഗതി കിട്ടാത്ത പ്രേതം പെട്ടെന്ന് രൂപമൊക്കെ മാറിക്കൊണ്ടും വിശപ്പ് ദാഹമൊക്കെ ഉണ്ട്, പ്രതിവിധി ചെയ്യാൻ ഈ ശരീരമില്ല. ഇങ്ങനെയൊക്കെ വല്ലാത്തൊരവസ്ഥ. ഇദ്ദേഹം കുറച്ച് തീർത്തെടുത്ത് തളിച്ചപ്പോൾ സംസാരിക്കാൻ കഴിവ് കിട്ടി. ആരാ എന്താണെന്ന് ചോദിച്ചപ്പോൾ നിൻ്റെ സഹോദരനാണ്, എനിക്കിങ്ങനെ ഗതി കിട്ടി, എനിക്കിങ്ങനെ ദുർഗതി വന്നു, വല്ലാതെ ഞാൻ പാപം ചെയ്ത ഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെ വന്നത്, എന്നെ രക്ഷിക്കണേ, നിനക്കല്ലാതെ ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ അനവധി ഗയാശ്രാദ്ധം കൂട്ടി തർപ്പണങ്ങൾ ചെയ്തു, അതുകൊണ്ടൊന്നും ഗതി കിട്ടില്ല. അമ്മയെപ്പോലും ഞാൻ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട്. അച്ഛനമ്മമാരൊക്കെ എൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതെ വിട്ടുപോയതാണ്. അതിൻ്റെ ഫലമാണ്. ഗയാശ്രാദ്ധം കൊണ്ട് 100 ഗയാശ്രാദ്ധം കൂട്ടിയാലും എനിക്ക് സൽഗതി കിട്ടില്ല എന്നുള്ളത്. പിന്നെ എന്താ മാർഗം?
അങ്ങനെയാണ് സൂര്യനെപ്പോലും, കർമ്മസാക്ഷിയായിട്ടുള്ള സൂര്യനെപ്പോലും തപസ്സുകൊണ്ട് തടഞ്ഞു നിർത്തി ചോദിച്ചപ്പോൾ സപ്ലാഹം വാചനം ഗുരു, 7 ദിവസമായിട്ട് ഭാഗവതം കേൾപ്പിക്കാൻ പറ്റുമെങ്കിൽ കേൾപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അതിനായിട്ടുള്ള ഏർപ്പാടൊക്കെ ചെയ്തു. അപ്പോഴാണ് ഈ ദുന്ദുകാരി വായുരൂപത്തിൽ ഒരു വലിയ തൂണിൻ്റെ ഉള്ളിൽ, മുളയുടെ ഉള്ളിൽ കയറിയിരുന്നു. അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോൾ ഒരു ശബ്ദം കേൾക്കും, ഓരോ മുള കമ്പ് പൊട്ടണതായിട്ട്. 7 ദിവസം കഴിഞ്ഞപ്പോൾ 7ാമത്തെ കമ്പും പൊട്ടി പുറത്തു വരുമ്പോഴോ പ്രേതരൂപി എന്നല്ല, സർവാഭരണ ഭൂഷിതനായിട്ടുള്ള ഒരാളാണ്, നീലമേഘശ്യാമളനായിട്ടുള്ള ആളാണ്. അങ്ങനെ ഗോകർണനെ വേണ്ട പോലെ ചോദിച്ച് എന്നെ രക്ഷിച്ചുല്ലോ എന്ന് പറഞ്ഞ് അതിന് പ്രത്യേകം നന്ദി പറഞ്ഞു. അപ്പോഴേക്കൊരു ദിവ്യ വിമാനം വരണു, ഭഗവാന്റെ പാർഷന്മാർ കൊണ്ടുവരുന്നത്. അതിൽ കയറിക്കൊള്ളാൻ പറഞ്ഞു. ഇപ്പം കയറി വന്ന ഒരാൾക്ക് എങ്ങനെ അങ്ങനെ ഭഗവാൻ എന്താ പക്ഷപാതം കാണിക്കണേ ഒരാൾക്കായിട്ട് വിമാനം? അപ്പോൾ ഭഗവാന്റെ ആൾക്കാർ പറഞ്ഞു, ഭഗവാന് പക്ഷപാതമൊന്നുമില്ല, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടില്ല, ഈ ആൾ എല്ലാം ശ്രദ്ധിച്ച് കേട്ടു, കേൾക്കാൻ മനനം ചെയ്യുകയും ചെയ്തു. ശ്രവണം കഴിഞ്ഞ് മനനം. 7 ദിവസം മനസ്സ് മറ്റെങ്ങും പോയിട്ടില്ല, അതിൻ്റെ ഫലമായിട്ടാണെന്ന് പറഞ്ഞു. ഇത്രയും മഹത്വമുണ്ട് ഭാഗവതത്തിനൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ശ്രദ്ധിക്കാതിരുന്നത്. ഒരു സപ്താഹം കൂടി നടത്തി തരാൻ പറഞ്ഞു. ഗോകർണൻ വീണ്ടും ഒരു സപ്താഹം നടത്തി. അതിലെല്ലാ ഭക്തന്മാർക്കും വേണ്ടി ഭഗവാന്റെ തന്നെ രൂപം കൊടുത്തു. നീലമേഘ ശ്യാമള കോമളന്മാരായി വനമാല, പീതവസ്ത്രം മുതലായിട്ടുള്ള എല്ലാം കൊടുത്തു. ദിവ്യമായിട്ടുള്ള വിമാനത്തിൽ കയറി എല്ലാവരും പോവുകയും ചെയ്തു എന്ന്. അപ്പോൾ ഗതി കിട്ടാതെ ഒരു പ്രേതമായിട്ട് സഞ്ചരിച്ച ഒരു ജീവന് പോലും ഭഗവത് ലോകത്തേക്ക് പോകാൻ ശ്രീമദ് ഭാഗവത ശ്രവണം കൊണ്ട് കഴിഞ്ഞു എങ്കിൽ ശ്രദ്ധാഭക്തിയോടുകൂടി കേൾക്കുന്ന ആളുകളുടെ കഥ പറയാനുണ്ടോയെന്ന് ചോദിച്ചുകൊണ്ടാണ് ആ സന്ദർഭം അവിടെ നിർത്തിയത്. അപ്പോൾ എങ്ങനെ വായിക്കണം, സപ്താഹം എങ്ങനെ നടത്തണം ചോദിച്ചപ്പോൾ ഗൃഹത്തിൽ വേണമെങ്കിൽ ആവാം, ഒരു ക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള സ്ഥലമുണ്ടാക്കി അവിടെ വലിയ പന്തലൊക്കെ ഇട്ട് അങ്ങനെ അലങ്കാരത്തോടു കൂടിയാവാം. എല്ലാവരെയും അറിയിക്കണം ഇങ്ങനൊരു സപ്താഹം ഉണ്ടെന്ന്. അപൂർവമായിട്ടുള്ള നിമിഷങ്ങളാണ്, ഒരു നിമിഷം പോലും പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടില്ല. പാഴാക്കല്ലേ, നിങ്ങളെല്ലാവരും വന്നു ചേരണേ എന്ന് അവർ പ്രത്യേകം അറിയിക്കണം. വന്നാൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യണം. യജ്ഞശാലയിൽ വരുമ്പോഴേക്കും മനോഹരമായിട്ട് അലങ്കരിച്ച് ഭക്തി ഉണ്ടാവുന്ന രീതിയിലാവണം ആ യജ്ഞശാല. ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിച്ച് സ്തോത്രങ്ങളൊക്കെ ജപിക്കണം എപ്പോഴും. ഇങ്ങനെ ഇതിലത്ര ശ്രദ്ധിച്ചുകൊണ്ട് വേണം. ഈ കലികാലത്ത് മറ്റു വലിയ വലിയ ധർമ്മങ്ങൾ, യജ്ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതെല്ലാം ചെയ്ത ഫലം ശ്രീമദ് ഭാഗവത ശ്രവണം കൊണ്ടുണ്ടാവും. പാഴാക്കി കളയല്ലേ മനുഷ്യന്മം. കൊതുകുകൾ, മൂട്ടകൾ, മറ്റ് പ്രാണികൾ എന്തെല്ലാം ഉണ്ടാവണു. അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. മനുഷ്യന് ബുദ്ധിയുണ്ട്, വിശേഷ ബുദ്ധിയുണ്ട്, എല്ലാ കഴിവുണ്ട്, ഗുരുവാക്യം കേൾക്കാൻ പറ്റും, ചിന്തിച്ചതനുസരിച്ച് പെരുമാറാൻ പറ്റും. മറ്റ് ജീവികൾക്ക് ഒന്നുമില്ലാത്തൊരു വൈശിഷ്ട്യം മനുഷ്യനുണ്ട്. പാഴാക്കല്ലേ എന്നാണ്. ശരീരത്തെ മാത്രം ചിന്തിച്ചിരുന്നാൽ അതൊന്നും സ്ഥിരമായിട്ടുള്ളതല്ല. അത് അസ്ഥികൾ കൂട്ടി, ഞരമ്പുകളെ കൊണ്ടൊക്കെ കൂട്ടി കെട്ടിക്കൊണ്ട് ഒരു സാധനം, പിന്നെ എല്ലാം ദുർഗന്ധം വമിക്കുന്ന അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. ഇതൊന്നും പുറത്തു വരാതിരിക്കാനായിട്ട് തൊലി കൊണ്ട് മൂടിയ ഒരു സാധനമാണ്. പക്ഷേ അതിൽ ആ ജീവചൈതന്യത്തിന് വിശേഷ ശക്തികളുണ്ട്. ഇതിലിരുന്നു കൊണ്ട് ഭഗവാനെ ഭരിക്കാൻ പറ്റും. മറ്റ് ജീവനൊന്നും പറ്റില്ല, മനുഷ്യ ശരീരത്തിലിരിക്കാൻ ജീവനേ പറ്റുള്ളൂ. അതുകൊണ്ട് വെറും ശരീരപോഷണം എന്ന് മാത്രം പറഞ്ഞ് കാലം കഴിക്കരുത്. എത്രയൊക്കെ പോഷിപ്പിച്ചാലും ഇതെല്ലാം ഇല്ലാതാവുന്നതാണ്. അതുകൊണ്ട് നല്ല വിവേകത്തോടു കൂടി ഇരിക്കണം മനുഷ്യൻ എന്നും പറഞ്ഞ് അതും കൂടി അതിൻ്റെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് ഭാഗവതമെന്ന് പ്രത്യക്ഷ കൃഷ്ണയേവഹി എന്ന് പ്രാർത്ഥിച്ച് സഹസ്രനാമം പഠയൻ നാമസഹസ്രകം, സഹസ്രനാമമൊക്കെ ജപിച്ച് അങ്ങനെ സ്തോത്രമൊക്കെ ജപിച്ചുകൊണ്ട് വേണം ആരംഭിക്കാൻ ഭാഗവതം. അത് കഴിഞ്ഞ് വിശ്രമത്തിനായിട്ട് കുറച്ച് സമയം നിർത്തണം ഉച്ചയ്ക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാം. യഥാശക്തി നമ്മൾ ആ രീതിയിലൊക്കെ ഉപവാസമായിട്ടൊക്കെ കേൾക്കണം.
എന്നൊക്കെ പറഞ്ഞു. അത് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ലഘ്വാഹാര സുഖാവഹ, എങ്ങനെ ആയാലാണോ ഓരോരുത്തരുടെ ശരീരത്തിന് ഓരോ പ്രകൃതി, എങ്ങനെ ആയാലാണോ സുഖമായിട്ടിരുന്ന് കേൾക്കാൻ പറ്റുക, ആ രീതിയിൽ അവനവൻ തന്നെ ഭക്ഷണത്തെയൊക്കെ നിയന്ത്രിച്ചും ആ ശ്രദ്ധയോടു കൂടിയിരുന്ന് ഇത് കേൾക്കണം എന്നും പറഞ്ഞ് അതിൻ്റെ വിധികളൊക്കെയാണ് 6-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ 6 അധ്യായങ്ങളായി 504 ശ്ലോകത്തിൽ ഉമാമഹേശ്വര സംവാദ രൂപത്തിലാണ് ഇത് വർണ്ണിച്ചത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആ ഭഗവാൻ തന്നെ അവിടെ അവതരിച്ച് ഭക്തന്മാരൊക്കെ നൃത്തം വച്ച് പാടി സ്തുതിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു ഈ ഭാഗവതം